Hello everyone, once again welcome back to Unified Physics, and we are in the mathematical physics course and we are in module 3 vector analysis, right? So vector analysis inde ആദ്യ ഭാഗമായിട്ടുള്ള വെക്ടർ ഡിഫറൻഷിയേഷൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ തന്നെ ഗ്രേഡിയന്റ് ഡൈവേർജൻസ് കേൾ എല്ലാം നമ്മൾ ഇന്നലെ പറഞ്ഞു. ഇതെല്ലാം നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തതെല്ലാം കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റത്തിലായിരുന്നു അല്ലേ? അതായത് നമ്മൾ ട്രഡീഷണൽ ആയിട്ട് നമ്മൾ സാധാരണ XYZ കോർഡിനേറ്റ് സിസ്റ്റം ആയിരുന്നു. പക്ഷേ നമുക്ക് മോസ്റ്റ് ഓഫ് ദ ആപ്ലിക്കേഷൻസ് ഓഫ് വെക്ടർ കാൽക്കുലസ് കംസ് ഇൻ കർവിലിനിയർ കോർഡിനേറ്റ്സ്, അല്ലെങ്കിൽ സ്ഫെറിക്കൽ പോളാർ കോർഡിനേറ്റ്സോ സിലിണ്ടറിക്കൽ പോളാർ കോർഡിനേറ്റ്സിലോ ഒക്കെയാണ് മിക്ക ആപ്ലിക്കേഷൻസ് വെക്ടർ കാൽക്കുലസിന് ആപ്ലിക്കേഷൻസ് വരുന്നത്. ഫോർ എക്സാമ്പിൾ ഇലക്ട്രോഡൈനാമിക്സ്, നമ്മൾ ഇലക്ട്രോഡൈനാമിക്സ് എടുക്കുകയാണെങ്കിൽ മിക്ക സിറ്റുവേഷനിലും ഒരു സ്ഫെറിക്കൽ സിമെട്രി ആയിരിക്കും സിറ്റുവേഷൻ ഉണ്ടാവുക. സിസ്റ്റത്തിന് സ്ഫെറിക്കൽ സിമെട്രി ആകുന്ന സമയത്ത് നമ്മൾ യൂസ് ചെയ്യേണ്ടത് സ്ഫെറിക്കൽ പോളാർ കോർഡിനേറ്റ്സ് ആണെങ്കിൽ സ്ഫെറിക്കൽ പോളാർ കോർഡിനേറ്റ്സ് ആണെങ്കിൽ നമുക്ക് ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ട്. ഓക്കെ, സ്ഫെറിക്കൽ പോളാർ കോർഡിനേറ്റ്സിൽ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോബ്ലം കാർട്ടീഷ്യനിൽ നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി വെരി ടീഡിയസ്. ഓക്കെ, സോ അതുകൊണ്ടാണ് നമ്മൾ വെക്ടർ കാൽക്കുലസ് നമ്മൾ ജനറൽ കർവിലിനിയർ കോർഡിനേറ്റ്സിലും പഠിക്കണം എന്നുള്ളത് പറയുന്നത്. ഓക്കെ, സോ നമ്മൾ ചെയ്യാൻ പോകുന്നത് വെക്ടർ കാൽക്കുലസ് ഇൻ ജനറൽ കർവിലിനിയർ കോർഡിനേറ്റ്സിൽ, അതായത് ഡൈവേർജൻസ്, കേള്, ഗ്രേഡിയൻറ്റ്, ഇതൊക്കെ എങ്ങനെ ജനറൽ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും എന്നുള്ളതാണ്. അതിൻ്റെ കുറച്ച് എക്സാമ്പിൾസും അതുമായിട്ട് ബന്ധപ്പെട്ട നെറ്റിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് നമ്മൾ ഈ ഭാഗത്ത് ഡിസ്കസ് ചെയ്യുന്നത്. സോ ഇതിൽ ഞാൻ കവർ ചെയ്യാൻ പോകുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ ദിസ് ഇസ് സ്കെയിൽ ഫാക്ടേഴ്സ്. ഓക്കെ, ഇത് നിങ്ങൾ പുതുതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ സ്കെയിൽ ഫാക്ടേഴ്സ് ഉണ്ട്, പക്ഷേ ദേ ആർ ഓൾ 1 അതാണ്. അതുകൊണ്ട് നമുക്ക് അതിൻ്റെ ഉണ്ട് എന്നുള്ളൊരു ഫീൽ കിട്ടില്ല. പക്ഷേ ഇൻ ജനറൽ നമ്മൾ കർവിലിനിയർ കോർഡിനേറ്റ്സിലേക്ക് വരുമ്പോൾ, അതായത് സിലിണ്ടറിക്കൽ പോളാർ, സ്ഫെറിക്കൽ പോളാർ, പ്ലെയിൻ പോളാറിലേക്കൊക്കെ വരുമ്പോൾ ദർ വിൽ ബി സം അഡീഷണൽ സം ക്വാണ്ടിറ്റീസ് കോൾഡ് സ്കെയിൽ ഫാക്ടേഴ്സ്, ആൻഡ് ഡിപ്പെൻഡിങ് ഓൺ ദ നേച്ചർ ഓഫ് ദി സ്കെയിൽ ഫാക്ടേഴ്സ് വി ഹാവ് ഡിഫറെൻറ്റ് expressions for gradient, divergence and curl. ഓക്കെ, സോ നമ്മൾ ഈ ഭാഗത്ത് സ്ട്രെസ് ചെയ്യാൻ പോകുന്നത് രണ്ട് കോർഡിനേറ്റ് സിസ്റ്റംസ് ആണ്. ഒന്ന് സ്ഫെറിക്കൽ പോളാർ കോർഡിനേറ്റ് സിസ്റ്റം, മറ്റൊന്ന് സിലിണ്ടറിക്കൽ പോളാർ കോർഡിനേറ്റ് സിസ്റ്റം. ഇത് രണ്ടും 3 ഡയമെൻഷണൽ കോർഡിനേറ്റ് സിസ്റ്റംസ് ആണ്. അതിൻ്റെ 2 ഡയമെൻഷണൽ കൗണ്ടർ പാർട്സ് ഉണ്ട്, ദാറ്റ് ഇസ് പ്ലെയിൻ പോളാർ കോർഡിനേറ്റ്സ്. അതിനെക്കുറിച്ച് നമ്മൾ അധികം ഡിസ്കസ് ചെയ്യുന്നില്ല, നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്നതാണ്, അതുകൊണ്ട് തന്നെ ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ ഒന്നും പറയുന്നില്ല. സോ നമ്മൾ ആദ്യം എന്താണ് സ്കെയിൽ ഫാക്ടേഴ്സ്, ഏതൊക്കെയാണ് സ്കെയിൽ ഫാക്ടേഴ്സ്, ഓരോ കോർഡിനേറ്റ് സിസ്റ്റത്തിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്കെയിൽ ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ ആദ്യം കാണാൻ പോകുന്നത്. ഓക്കെ, സോ ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽ ഡെറിവേഷനിലേക്ക് ഒന്നും പോകുന്നില്ല, നിങ്ങൾക്ക് ഇതൊക്കെ പ്രൂവ് ചെയ്യാൻ പറ്റും ഇഫ് യു ഹാവ് ഐഡിയ ഓഫ് മെട്രിക് ടെൻസർ. ഓക്കെ, അപ്പോൾ നമ്മൾ ടെൻസേഴ്സ് നമ്മൾ പഠിച്ചിട്ടില്ല, സോ വരുന്നേ ഉള്ളൂ. സോ ടെൻസേഴ്സും പഠിക്കാതെ നമുക്ക് ഇതിനൊന്നും ഡെറിവേഷനിലേക്ക് പോകാൻ പറ്റില്ല. പക്ഷേ നമുക്ക് വളരെ സിമ്പിളായിട്ട് ഇതിൻ്റെ ഫോം എന്താണെന്നുള്ളത് അറിഞ്ഞിരിക്കാം. നോക്കൂ, സ്കെയിൽ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് H1, H2, H3 എന്ന 3 നമ്പേഴ്സാണ്. എങ്ങനെ ഇത് 3 നമ്പേഴ്സ് ആയത്? 3 നമ്പേഴ്സ് ആവാൻ കാരണം നമ്മൾ 3 ഡയമെൻഷനിലാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് അല്ലേ? 3 ഡയമെൻഷനിൽ കാർട്ടീഷ്യനിലാണ് XYZ എന്നുള്ള 3 കോർഡിനേറ്റ്സ് ഉള്ളത്. ഇതുപോലെ നമ്മൾ സ്ഫെറിക്കൽ പോളാറിലും സിലിണ്ടറിക്കൽ പോളാറിലൊക്കെ 3 കോർഡിനേറ്റ് സിസ്റ്റമാണ് വരിക. സോ ഓരോ കോർഡിനേറ്റിനും കറസ്പോണ്ടിങ് ആയിട്ട് ഒരു സ്കെയിൽ ഫാക്ടർ ഉണ്ടാവും. ഓക്കെ, ആ സ്കെയിൽ ഫാക്ടർ നമ്മൾ ഓരോന്നിനെയും H1, H2, H3 എന്നാണ് വിളിക്കുന്നത്. H1 എന്ന് പറഞ്ഞാൽ യൂഷ്വലി ഫസ്റ്റ് കോർഡിനേറ്റ്, കാർട്ടീഷ്യനിലാണെങ്കിൽ X, സ്ഫെറിക്കലിലാണെങ്കിൽ R, സിലിണ്ടറിക്കലാണെങ്കിൽ റോ, ഈ കോർഡിനേറ്റിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്കെയിൽ ഫാക്ടറാണ് H1. H2 എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ കോർഡിനേറ്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്കെയിൽ ഫാക്ടറാണ്. H3 എന്ന് പറയുന്നത് മൂന്നാമത്തെ കോർഡിനേറ്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്കെയിൽ ഫാക്ടറാണ്. സോ ഇത് നിങ്ങൾ ബൈഹാർട്ട് ചെയ്യുക, വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും, പക്ഷേ ഞാൻ അത് ബൈഹാർട്ട് ചെയ്യാനാണ് റെക്കമെൻഡ് ചെയ്യുന്നത്. കാരണം വെച്ചാൽ ജസ്റ്റ് മെമ്മറൈസ് ചെയ്താൽ മതി, വളരെ സിമ്പിൾ ആയിട്ടുള്ള. ഇനി മെമ്മറൈസ് ചെയ്യേണ്ട ആവശ്യമില്ല, ശരിക്കും നമ്മൾ പ്രോബ്ലംസ് ചെയ്യുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി അത് മനസ്സിൽ പതിഞ്ഞോളും. ഓക്കെ, സോ ഫസ്റ്റ് ഞാൻ സ്ഫെറിക്കൽ പോളാർ കോർഡിനേറ്റ്സിൻ്റെ സ്കെയിൽ ഫാക്ടേഴ്സ് ആണ് പറയാൻ പോകുന്നത്. സോ ഫോർ സ്ഫെറിക്കൽ പോളാർ കോർഡിനേറ്റ്സ് വി ഹാവ് ദ scale factors H1 is equal to 1, H2 is equal to R and H3 is equal to R sin theta. അല്ലെങ്കിൽ ഒരുമിച്ച് പറയുകയാണെങ്കിൽ 1R sin theta. ഇതാണ് H1, H2, H3 ഫോർ സ്ഫെറിക്കൽ പോളാർ കോർഡിനേറ്റ്സ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾ എപ്പോഴും ഓർത്ത് വെക്കണം. സ്ഫെറിക്കൽ പോളാർ കോർഡിനേറ്റ്സിൻ്റെ സ്കെയിൽ ഫാക്ടേഴ്സ് ഏതാണെന്ന് ചോദിച്ചാൽ വളരെ കൃത്യമായിട്ട് 1R sin theta. ഓക്കെ, സോ ഇത് കോർഡിനേറ്റ് സിസ്റ്റമായിട്ട് ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ ഈ 1 ആരുടെ സ്കെയിൽ ഫാക്ടറാണ്? ഇറ്റ് ഈസ് റേഡിയൽ കോർഡിനേറ്റിൻ്റെ സ്കെയിൽ ഫാക്ടറാണ്. R ആരുടെ കോർഡിനേറ്റ് സ്കെയിൽ ഫാക്ടറാണ്? R തീറ്റയുടെ സ്കെയിൽ ഫാക്ടറാണ്. R സൈൻ തീറ്റ ആരുടെ സ്കെയിൽ ഫാക്ടറാണ്? ഇറ്റ് ഈസ് 5. അല്ല, അങ്ങനെ 3 കോർഡിനേറ്റ്സ് ആണല്ലോ നമുക്ക് സ്ഫെറിക്കൽ പോളാർ കോർഡിനേറ്റ്സിലുള്ളത്. സോ അതിനെക്കുറിച്ച് നമ്മൾ കൂടുതൽ കാണും. ഓക്കെ, ഇനി നമ്മൾ രണ്ടാമത് പറയുന്നത് സിലിണ്ടറിക്കൽ കോർഡിനേറ്റ് സിസ്റ്റം, സിലിണ്ടറിക്കൽ പോളാർ കോർഡിനേറ്റ് സിസ്റ്റം. ഓക്കെ, സിലിണ്ടറിക്കൽ പോളാർ കോർഡിനേറ്റ്സിലെ സ്കെയിൽ ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? H1 1 ആണ്, H2 R ആണ്, H3 അഗെയിൻ 1 ആണ്. സോ 1R 1. ഓക്കെ,
ഇനി ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ തന്നെ നമ്മളൊരു സ്റ്റാൻഡേർഡ് നൊട്ടേഷൻ ചിലപ്പോൾ യൂസ് ചെയ്യും. ഇൻസ്റ്റെഡ് ഓഫ് റൈറ്റിംഗ് ആർ ഹാറ്റ് തീറ്റ ഹാറ്റ് ഫൈ ഹാറ്റ് എന്നൊക്കെ എഴുതുന്നതിന് പകരം നമ്മൾ എന്ത് ചെയ്യും, ബേസിസ് വെക്ടേഴ്സ് ആയിട്ട് ഇ ആർ ഇ തീറ്റ ഇ ഫൈ എന്നൊക്കെ യൂസ് ചെയ്യും. സോ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, സോ നമുക്ക് ഇൻ ജനറൽ ഈ സ്കെയിൽ ഫാക്ടേഴ്സ് അറിയാമെങ്കിൽ ഏതൊരു കോർഡിനേറ്റ് സിസ്റ്റത്തിൻ്റെയും ഡൈവേർജൻസ്, കേള്, ലാപ്ലാസിയൻ, ഗ്രേഡിയൻറ്റ് എന്നിത്യാദി വെക്ടർ കാൽക്കുലസിലുള്ള എല്ലാ ഓപ്പറേറ്റേഴ്സിൻ്റെയും എക്സ്പ്രഷൻസ് നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതിൻ്റെ ജനറൽ എക്സ്പ്രഷൻ ആണ് ഞാൻ ഇപ്പോൾ പറയാൻ പോകുന്നത്. അതിൽ നിന്ന് ഡിപ്പെൻഡിങ് ഓൺ ദ കോർഡിനേറ്റ് സിസ്റ്റം നമുക്ക് സെപ്പറേറ്റ് എക്സ്പ്രഷൻസ് ഉണ്ടാക്കിയെടുക്കാം. സോ ദിസ് ഈസ് ദി ജനറൽ എക്സ്പ്രഷൻ. ഈ എക്സ്പ്രഷൻ പഠിച്ചു കഴിഞ്ഞാൽ വൺസ് നിങ്ങൾക്ക് സ്കെയിൽ ഫാക്ടേഴ്സ് അറിയാമെങ്കിൽ ബാക്കിയുള്ള എല്ലാ കോർഡിനേറ്റ് സിസ്റ്റത്തിലെയും കറസ്പോണ്ടിങ് എക്സ്പ്രഷൻസ് നിങ്ങൾക്ക് എഴുതാൻ പറ്റും. സോ ഫസ്റ്റ് ഗ്രേഡിയൻറ്റ്. ഓക്കെ, ഇവിടെ ഞാൻ ചെറിയൊരു ചേഞ്ചസ് വരുത്താൻ പോകുന്നു. ഞാൻ ഇതുവരെ നമ്മൾ കോർഡിനേറ്റ് സിസ്റ്റം എടുത്തത് എക്സ് വൈ സെഡ് എന്നൊക്കെ ആയിരുന്നു അല്ലേ, എക്സ് വൈ സെഡ് ഒക്കെ നമ്മൾ ഇതുവരെ കോർഡിനേറ്റ് സിസ്റ്റം എടുത്തിരുന്നത്. പക്ഷേ ഞാനിവിടെ ചെറിയ മാറ്റം വരുത്താൻ പോകുന്നു. ഇൻസ്റ്റെഡ് ഓഫ് എക്സ് വൈ ആൻഡ് സെഡ് നമ്മൾ ജനറൽ കർവിലീനിയർ കോർഡിനേറ്റ്സിലേക്കാണ് പോകുന്നത് അല്ലേ. സോ ഞാൻ കർവിലീനിയർ കോർഡിനേറ്റ്സിനെ ഞാൻ Q1 Q2 Q3 എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, എന്താണ് Q1 Q2 Q3. ഓക്കെ, അപ്പോൾ ഈ Q1 Q2 Q3 ആരൊക്കെ ആവാം? കാർട്ടീഷ്യനിലാണെങ്കിൽ എക്സ് വൈ സെഡ് ആയിരിക്കും, സ്ഫെറിക്കൽ പോളാറിലാണെങ്കിൽ ആർ തീറ്റ ഫൈ ആയിരിക്കും അല്ലേ. സ്ഫെറിക്കൽ പോളാറിൽ ഇവിടെ എഴുതാം Q1 Q2 Q3. സ്ഫെറിക്കൽ കാർട്ടീഷ്യനിലാണെങ്കിൽ എക്സ് വൈ സെഡ്, സിലിണ്ടറിക്കൽ ആണെങ്കിൽ റോ ഫൈ സെഡ്, സ്ഫെറിക്കൽ പോളാറിലാണെങ്കിൽ ആർ തീറ്റ ഫൈ. ഇങ്ങനെയാണ് ഈ Q1 Q2. സോ ജനറലി ഇതിനെല്ലാം കൂടെ ഒരുമിച്ചാണ് നമ്മൾ Q1 Q2 Q3 എന്ന് വിളിക്കുന്നത്. സോ നമുക്ക് ഗ്രേഡിയൻറ്റിനും ഡൈവേർജൻസിനൊക്കെ Q1 Q2 Q3ൻ്റെയും H1 H2 H3ൻ്റെയും ടേംസിൽ നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ പിന്നെ നമുക്ക് ഈ ഓരോന്നിനും കോർഡിനേറ്റ്സും അതിൻ്റെ സ്കെയിൽ ഫാക്ടേഴ്സും പ്ലഗ് ഇൻ ചെയ്ത് കൊടുത്താൽ നമുക്ക് എല്ലാ എക്സ്പ്രഷനും കിട്ടും. സോ ദ ഫസ്റ്റ് വൺ ഈസ് ഗ്രേഡിയൻറ്റ്. സോ ഗ്രേഡിയൻ്റ് എക്സ്പ്രഷൻ എങ്ങനെയാണ്? ഗ്രേഡിയൻറ്റ് del ഈസ് ഈക്വൽ ടു Q1 hat by H1 dou by dou Q1 plus Q2 hat by H2 dou by dou Q2 plus Q3 hat divided by H3 dou by dou Q3. ഓക്കെ, അപ്പോൾ ഇത് നമുക്കൊരു കൺഫ്യൂഷൻ വരാതെ എന്തൊക്കെയാണ് ഈ Q1 hat? Q1 hat ഒന്നുമില്ല, ജസ്റ്റ് ഫസ്റ്റ് കോർഡിനേറ്റിൻ്റെ കറസ്പോണ്ടിങ് യൂണിറ്റ് വെക്ടർ. ഓക്കെ, കാർട്ടീഷ്യനിലാണെങ്കിൽ ഐ ഹാറ്റ് ജെ ഹാറ്റ് കെ ഹാറ്റ് ആയിരിക്കും, സ്ഫെറിക്കലാണെങ്കിൽ ആർ ഹാറ്റ് തീറ്റ ഹാറ്റ് ഫൈ ഹാറ്റ് ആയിരിക്കും, സിലിണ്ടറിക്കലാണെങ്കിൽ റോ ഹാറ്റ് ഫൈ ഹാറ്റ് സെഡ് ഹാറ്റ് ആയിരിക്കും. ഓക്കെ, സോ ഇതാണ് Q1 Q2 Q3 ഹാറ്റ് എന്ന്. H1 H2 H3 നമ്മൾ ഓൾറെഡി പറഞ്ഞു, ദേ ആർ ദ കറസ്പോണ്ടിങ് സ്കെയിൽ ഫാക്ടേഴ്സ്. ഇനി രണ്ടാമത് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഡൈവേർജൻസ് ആണ്. ഓക്കെ, സോ H1 H2 H3 നമുക്കറിയാം, Q1 Q2 Q3 നമുക്കറിയാം. അങ്ങനെയെങ്കിൽ ഡൈവേർജൻസിൻ്റെ ജനറൽ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് ഇതാണ്: 1 divided by H1 H2 H3 into dou by dou Q1 of H2 H3 V1 where V is the vector. നമുക്കിവിടെ എടുത്തിരിക്കുന്ന ഫീൽഡ് ഏതാണ്? നമ്മൾ എടുത്തിരിക്കുന്ന വെക്ടർ ഫീൽഡ് V ആണ് അല്ലേ. സോ ഈ വിയുടെ കമ്പോണൻസ് ഏതൊക്കെയാണ്? ദ വെക്ടർ ഫീൽഡ് V is equal to V1 Q1 hat plus V2 Q2 hat plus V3 Q3 hat. ഇതാണ് V1ൻ്റെ കമ്പോണൻസ്. അപ്പോൾ Q1 Q2 Q3 എന്താ? ആർ തീറ്റ ഫൈ ആവാം, റോ ഫൈ സെഡ് ആവാം, ഐ ഹാറ്റ് ജെ ഹാറ്റ് കെ ഹാറ്റ് ആവാം, അങ്ങനെ എന്തും ആവാം അല്ലേ. സോ ജനറൽ എക്സ്പ്രഷനാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഓക്കെ, സോ ഇതിൻ്റെ കമ്പോണൻസ് നമ്മൾ V1 V2 V3 എന്ന് വിളിക്കുകയാണെങ്കിൽ ദെൻ നമുക്ക് ഡെൽ ഡോട്ട് വി അങ്ങനെ ഏത് കോർഡിനേറ്റ്സ് ജനറൽ കോർഡിനേറ്റ്സിൽ നമുക്ക് എങ്ങനെ എഴുതാം? 1 by H1 H2 H3 dou by dou Q1 H2 H3 V1 plus dou by dou Q2 H1 H3 V2 പ്ലസ് ഡോ ബൈ ഡോ Q3 H1 H2 V3. അപ്പോൾ ഇവിടെ ഒരു പാറ്റേൺ ഉണ്ട് അല്ലേ. എന്താ പാറ്റേൺ? ഇവിടെ നോക്കൂ, ഫസ്റ്റ് V1 വന്നപ്പം അവിടെ H1 H2 H3 ആണ് വന്നത്. അപ്പോൾ 1 2 3 അല്ലേ. രണ്ടാമത്തിൽ V2 വന്നപ്പം H1ഉം H3യും ആണ് വന്നത് അല്ലേ. V2 1 3. മൂന്നാമത് V3 വന്നപ്പോൾ അവിടെ എന്താ ഉള്ളത്? H1ഉം 2 ആണുള്ളത്. അപ്പം വിയുടെ ഏത് കമ്പോണൻ്റ് ആണുള്ളത് അതല്ലാത്ത മറ്റ് രണ്ട് സ്കെയിൽ ഫാക്ടേഴ്സ് ആയിരിക്കും നമുക്ക് ഇവിടെ വരിക. അത്രമാത്രം ഓർത്ത് വെച്ചാൽ മതി. ഓക്കെ, ഇതാണ് ഡൈവേർജൻസ്. ഇനി നമുക്ക് കേൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം നോക്കൂ. ഇൻ ജനറൽ കേൾ ക്യാൻ ബി എക്സ്പ്രസ്ഡ് ആസ് 1 by H1 H2 H3 H1 Q1 hat H2 Q2 hat H3 Q3 hat dou by dou Q1 dou by dou Q2 dou by dou Q3 H1 V1 H2 V2 H3 V3. So this is the expression for curl in general. So these are all the first order derivatives in general curvilinear coordinates. Okay, now we can move on to the second order derivative. Second order derivative ഏതാണ്? It is the Laplacian. നമ്മൾ Laplacian മാത്രമേ second order derivative ആയിട്ട് പഠിക്കുന്നുള്ളൂ. So in this case Laplacian is given by
1 by h1 h2 h3 dou by dou q1 h2 h3 by h1 dou by dou q1 plus dou by dou q2 h1 h3 by h2 dou by dou q2 plus dou by dou q3 h1 h2 by h3 dou by dou q3. മനസ്സിലായോ? ഇവിടെയും ഒരു പാറ്റേൺ ഉണ്ട്. ഇവിടെ എന്താ പാറ്റേൺ? ഇവിടെ നോക്കൂ, ഇവിടെ നമുക്ക് Q1 ആണുള്ളതെങ്കിൽ നമുക്ക് എന്തുണ്ട്? കറസ്പോണ്ടിങ് സ്കെയിൽ ഫാക്ടർ താഴെയുണ്ട്, ബാക്കിയുള്ള രണ്ടും മുകളിലുണ്ട്. ഓക്കെ. Q2 ആണുള്ളതെങ്കിൽ കറസ്പോണ്ടിങ് സ്കെയിൽ ഫാക്ടർ താഴെയുണ്ട്, ബാക്കി രണ്ടും മുകളിലുണ്ട്. Q3 ആണെങ്കിൽ കറസ്പോണ്ടിങ് സ്കെയിൽ ഫാക്ടർ താഴെയുണ്ട്, ബാക്കി രണ്ടും മുകളിലുണ്ട്. സോ ഇങ്ങനെയാണ് നമുക്ക് ഓർത്ത് വെക്കാനൊരു. പിന്നെ ഇവിടെ പുറത്ത് 1 by h1 h2 h3. ഓക്കെ ആണല്ലോ? സോ ഇത്രയേ ഉള്ളൂ. ഇതാണ് നമ്മൾ വെക്ടർ കാൽക്കുലസ് ഇൻ കർവിലിനിയർ കോർഡിനേറ്റ്സ് എന്നത്. ഇത്ര മാത്രം അറിഞ്ഞിരുന്നാൽ മതി. ഓക്കെ. നിങ്ങൾക്ക് ഓൾറെഡി അറിയാം h1 h2 h3 ഓരോ കോർഡിനേറ്റ്സ് എന്തായിരുന്നു നിങ്ങൾ പറഞ്ഞു നോക്കാം. h1 h2 h3 ഏതൊക്കെയായിരുന്നു? ഫോർ സ്ഫെറിക്കൽ പോളാർ കോർഡിനേറ്റ്സ് എന്തായിരുന്നു? h1 എന്തായിരുന്നു? 1 r sin θ ആയിരുന്നു അല്ലേ? സിലിണ്ടറിക്കൽ കോർഡിനേറ്റ്സ് എന്തായിരുന്നു? 1 rho 1 ആയിരുന്നു. കാർട്ടീഷ്യനിൽ പറയേണ്ട ആവശ്യമില്ല, കാർട്ടീഷ്യനിൽ നിന്നാണ് 1 1 1. ഈ ഒരു 3 കാര്യങ്ങൾ മാത്രമേ നിങ്ങൾ ഓർത്ത് വെക്കേണ്ടുള്ളൂ. ഓക്കെ. സോ ഇനി നമുക്ക് ഇത് ഓരോ സ്പെസിഫിക് ആയിട്ടുള്ള കോർഡിനേറ്റ്സിനും അപ്ലൈ ചെയ്യാം. ഓക്കെ. ഇപ്പോൾ പറഞ്ഞ ജനറൽ എക്സ്പ്രഷൻസ് നമുക്ക് ഓരോന്നിനും അപ്ലൈ ചെയ്യാം. ഇത് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത് ഞാൻ ഹോംവർക്ക് ആയിട്ട് തരികയാണ്, നിങ്ങൾക്ക് ഇത് എക്സസൈസ് ആയിട്ട് ചെയ്യാം. ഓക്കെ. ഞാനത് നിങ്ങൾക്ക് ഫയലിൽ ഞാൻ തരുന്നതായിട്ട് വെരിഫൈ ചെയ്യാം. ഓക്കെ. നിങ്ങൾക്ക് കിട്ടുന്നത് ഇത് തന്നെയാണോ എന്നുള്ളത് വെരിഫൈ ചെയ്യാം. ഓക്കെ. സോ ഫസ്റ്റ് നമ്മൾ സിലിണ്ടറിക്കൽ കോർഡിനേറ്റ്സിലുള്ള ഇതാണ് പറയാൻ പോകുന്നത്. 3 എക്സ്പ്രഷൻസും അതൊക്കെ നമ്മൾ പറയുന്നത് 4 എക്സ്പ്രഷൻസ് ഉണ്ടാവും. ഒന്ന് ഗ്രേഡിയൻറ്റ്, ഡൈവേർജൻസ്, കേള്, ലാപ്ലേസിയൻ. ഈ 4ഉം നമ്മൾ ഈ 2 സ്ഫെറിക്കൽ കോർഡിനേറ്റ്സിലും സിലിണ്ടറിക്കൽ കോർഡിനേറ്റ്സിലും പറയും. ഓക്കെ. സോ ഫസ്റ്റ് സിലിണ്ടറിക്കൽ കോർഡിനേറ്റ്സ്. സിലിണ്ടറിക്കൽ കോർഡിനേറ്റ്സ് നോക്കൂ. സിലിണ്ടറിക്കൽ കോർഡിനേറ്റ്സിൽ നമ്മുടെ കോർഡിനേറ്റ്സ് ഏതൊക്കെയാണ്? കോർഡിനേറ്റ്സ് എന്ന് പറയുന്നത് എക്സ് ഈക്വൽ ടു റോ 5z ആണ് സാധാരണ എഴുതാറ്. പക്ഷേ ഇവിടെ ഞാൻ കൊടുത്തിരിക്കുന്നത് r θ ആണ്. സോ ദിസ് ഇസ് ഇൻസ്റ്റെഡ് ഓഫ് യു ക്യാൻ റൈറ്റ് എക്സ് ഇസ് ഈക്വൽ ടു റോ കോസ് 5, y ഇസ് ഈക്വൽ ടു റോ സൈൻ 5, z ഈക്വൽ ടു z. ഈ ഒരു നൊട്ടേഷനാണ് കോമൺലി യൂസ് ചെയ്യുക. r cos θ, y r sin θ എന്നുള്ളത് ലെസ് ഫ്രീക്വൻ്റ്ലി യൂസ്ഡ് ആണ്, പക്ഷേ നമുക്ക് അതും യൂസ് ചെയ്യാം. ഓക്കെ. പിന്നെ ബേസിസ് നമുക്ക് യൂണിറ്റ് വെക്ടേഴ്സ് ER, Eθ, EZ എന്ന് വിളിക്കാം, അല്ലെങ്കിൽ ഈറോ E5 EZ എന്ന് വിളിക്കാം. ഓക്കെ. ഇനി നമുക്ക് സിലിണ്ടറിക്കൽ കോർഡിനേറ്റ്സിലെ ഗ്രേഡിയൻ്റ് എങ്ങനെ എഴുതാൻ നോക്കാം. നോക്കൂ, ഗ്രേഡിയൻ്റ് എങ്ങനെ എഴുതാം? ഗ്രേഡിയൻ്റ് ഈസ് ഈക്വൽ ടു ഗ്രാഡ് എഫ് ഈസ് ഈക്വൽ ടു r hat ബൈ h1 ഉണ്ട്. h1 എന്താണ്? h1 ഈസ് ആക്ച്വലി 1 അല്ലേ? അതുകൊണ്ട് അത് എഴുതേണ്ട ആവശ്യമില്ല. സോ r hat ഡോ എഫ് ബൈ ഡോ r. സോ ഇവിടെ നമ്മൾ എഫ് എന്നുള്ള ഒരു ടെസ്റ്റ് ഫംഗ്ഷനാണ് അല്ലേ? നമ്മുടെ ഡെഫിനിഷൻ പറയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഫംഗ്ഷനാണ്. സോ ഡോ എഫ് ബൈ ഡോ r hat പ്ലസ് 5 hat ഇൻറ്റു 5 hat ഡിവൈഡ് ബൈ r. h2 എന്താണ്? h2 r ആണ്, അല്ലെങ്കിൽ റോ അല്ലേ? റോ ആയിട്ട് ഉപയോഗിക്കാം. ഡോ എഫ് ബൈ ഡോ 5 പ്ലസ് z hat ഇൻറ്റു ഡോ എഫ് ബൈ ഡോ z. ക്ലിയർ ആണല്ലോ? സോ ദിസ് ഈസ് ഹൗ വി ഡിഫൈൻ ഗ്രേഡിയൻറ്റ് ഇൻ സിലിണ്ടറിക്കൽ കോർഡിനേറ്റ്സ്. ഹൗ ക്യാൻ വി ഡിഫൈൻ ഡൈവേർജൻസ്? ശ്രദ്ധിക്കുക, ഡൈവേർജൻസ് എന്നാണ് 1 ബൈ r സൈൻ θ അല്ലേ? 1 ബൈ h1 h2 h3 ഉണ്ട്. സോ എന്തായിരുന്നു 1 ബൈ h1 h2 h3? 1 ബൈ h1 1 ആണ്, ഇൻറ്റു h2 എന്താണ്? റോ ആണ്, ഇൻറ്റു h3 എന്താണ്? വീണ്ടും 1 ആണ്. സോ 1 ബൈ റോ വരും അല്ലേ? ആ 1 ബൈ റോ കൊണ്ട് ത്രൂ ഔട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? എല്ലായിടത്തും 1 ബൈ റോ ഉണ്ടാവും. ഓക്കെ. സോ അത് നിങ്ങൾ ബാക്കി സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫൈനലി കിട്ടും ഡെൽ ഡോട്ട് വി ഈസ് ഈക്വൽ ടു ഡോ r VR ഡിവൈഡ് ബൈ ഡോ r 1 by r ഡോ r VR ബൈ ഡോ r പ്ലസ് 1 by r ഡോ V5 ബൈ ഡോ 5 പ്ലസ് ഡോ VZ ബൈ ഡോ Z. ഓക്കെ. സോ ഇതാണ് ഡൈവേർജൻസ് ഇൻ സിലിണ്ടറിക്കൽ പോളാർ കോർഡിനേറ്റ്സ്. ഇത് ഞാൻ ക്യാൻസൽ ചെയ്യാനുള്ള ക്യാൻസൽ ചെയ്തിട്ടും ഫൈനൽ ഫോമായിട്ട് എഴുതിയിരിക്കുന്നത്. നിങ്ങളിത് ഇത് വെരിഫൈ ചെയ്യാം, നിങ്ങൾക്ക് ഇത് തന്നെയാണോ കിട്ടുന്നത് എന്നുള്ളത്. എന്ന് h1 h2 h3 അതേപോലെ q1 q2 q3 ചെയ്തിട്ട് നിങ്ങൾക്ക് ജനറൽ എക്സ്പ്രഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ. സിമിലർലി വി ക്യാൻ ഡിഫൈൻ ഡെൽ ക്രോസ് V, അതായത് കേൾ. if we have vector field V whose components are VR, V5, VZ, then we can write the curl as rho hat അല്ലെങ്കിൽ r hat, r5 hat, z hat, then dou by dou r, dou by dou 5, dou by dou z, VR, r, V5, VZ. ഓക്കെ.
ഇവിടെ R വരുന്നത് എന്താ H2 അല്ലേ, H1 ഉം H3 1 ആണ്, അതുകൊണ്ടാണ് ഇവിടെയും VR-ൻ്റെയും VZ-ൻ്റെയും കോഎഫിഷ്യൻസ് 1 ആയി മാറിയത്. പിന്നെ ത്രൂ ഔട്ട് ഒരു 1/R ഉണ്ട് ഇനീഷ്യലി. ഓക്കെ, സോ ദിസ് 1/R. ഓക്കെ, ഇനി നമുക്ക് ഒന്നുകൂടെ ഉള്ളത് ലാപ്ലേസിയൻ ആണ്. Laplacian is defined as 1/R dou by dou R of R dou F by dou R plus 1/R square dou square F by dou theta square plus dou square F by dou Z square. ഇതും ഞാൻ സിംപ്ലിഫൈ ചെയ്തതാണ്, നിങ്ങൾക്ക് വെരിഫൈ ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ ഇത്രയാണ് നമ്മൾ സിലിണ്ടറിക്കൽ കോർഡിനേറ്റ്സിനായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് വെക്ടർ കാൽക്കുലസിൽ ആകെ പറയാനുള്ളത്. ഇനി നമ്മൾ ഫംഗ്ഷൻസ് എടുത്തിട്ട് ഇതിലേക്ക് പ്ലഗ് ഇൻ ചെയ്ത് കൊടുക്കും, എന്നിട്ട് ഓരോ ഫംഗ്ഷൻ്റെയും ഡൈവേർജൻസ്, കേള്, ഗ്രേഡിയൻറ്റ്, ലാപ്ലേസിയൻ ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യും. ദാറ്റ്സ് ഇറ്റ്. അതാണ് വെക്ടർ കാൽക്കുലസിലെ ഡിഫറൻഷിയേഷൻ പാർട്ട്. ഓക്കെ, സോ നമുക്ക് പോവാം അല്ലേ, നമുക്ക് സ്ഫെറിക്കൽ പോളാർ കോർഡിനേറ്റ്സിലേക്ക് മൂവ് ചെയ്യാം. ഓക്കെ, സോ സ്ഫെറിക്കൽ പോളാർ കോർഡിനേറ്റ്സിൽ നമുക്ക് അറിയാവുന്നതാണ് R, theta, phi ആണ് കോർഡിനേറ്റ്സ്. സോ വി ഹാവ് the coordinate transformation x is equal to R sin theta cos phi, y is equal to R sin theta sin phi, and z is equal to R cos theta അല്ലേ. അത് നമ്മുടെ യൂഷ്വൽ കൺവെൻഷൻ ആണ്. അതായത് ഇങ്ങനെ ഒരു കോർഡിനേറ്റ് സിസ്റ്റം ഉണ്ടെങ്കിൽ if you have x, y and z, we have x, y and z, and then we have a vector. This is the radial coordinate, and this angle azimuthal this zenith angle is theta, and this azimuthal angle is phi. ഇതാണ് നമ്മളെ കോർഡിനേറ്റ് ഡിഫൈൻ ചെയ്യുന്നത്. ഇതാണ് കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സിലേക്കുള്ള കൺവേർഷൻ. സോ കാർട്ടീഷ്യൻ കോർഡിനേറ്റ് കൺവേർഷൻ നമ്മൾ ഓൾറെഡി അറിയാവുന്നതാണ്. സോ ഇത് അറിയാമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതറിയാമെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യും. നമുക്ക് H1 H2 H3 എന്താണെന്ന് അറിയാം. എന്താണ് H1 H2 H3 ഈസ് ഈക്വൽ ടു 1 R sin theta. ഓക്കെ, സോ ഇതറിയാമെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ഗ്രേഡിയൻറ്റും ഡൈവേർജൻസും ഒക്കെ എഴുതാം. സോ ഫസ്റ്റ് ഗ്രേഡിയൻ എങ്ങനെ വരും? ഗ്രേഡിയൻ ഗ്രേഡ് F ഈസ് ഈക്വൽ ടു R hat dou by dou F by dou R plus theta hat by R dou F by dou theta plus phi hat divided by R sin theta dou F by dou phi. ഇതാണ് ഗ്രേഡിയൻറ്റ്. ഇനി ഡൈവേർജൻസ് എങ്ങനെ പറയുന്നത്? ഡൈവേർജൻസ് ഡെൽ ഡോട്ട് വി ഈസ് ഈക്വൽ ടു 1/R സ്ക്വയർ. ഈ 1/R സ്ക്വയർ വരുന്നത് നമ്മൾ 1/H1 H2 H3 ഇല്ലേ, 1/H1 H2 H3 എന്താ വരിക? 1/H1 H2 H3 is equal to 1/R into 1 into R into R sin theta. അതെന്തായിരിക്കും? ദാറ്റ് വിൽ ബി 1/R സ്ക്വയർ സൈൻ തീറ്റ. പക്ഷേ ഇതിൽ കുറേ സ്ഥലത്തൊക്കെ സൈൻ തീറ്റ ക്യാൻസൽ ചെയ്ത് പോകും. അങ്ങനെയാണ് ഞാൻ സിംപ്ലിഫൈ ചെയ്ത അവസാന ഫോമിലാണ് ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത്. നിങ്ങൾക്കത് വെരിഫൈ ചെയ്യാവുന്നതാണ്. സോ 1/R സ്ക്വയർ ഡോ R സ്ക്വയർ VR by ഡോ R പ്ലസ് 1/R സൈൻ തീറ്റ ഡോ V തീറ്റ സൈൻ തീറ്റ by ഡോ തീറ്റ പ്ലസ് 1/R സൈൻ തീറ്റ ഡോ V phi by ഡോ phi. ഓക്കെ, സോ ഇങ്ങനെയാണ് നമ്മൾ ഡൈവേർജൻസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സിമിലർലി വി ക്യാൻ കാൽക്കുലേറ്റ് കേൾ ഓൾസോ. കേളിൻ്റെ അടുത്ത് നോക്കൂ, 1/R സ്ക്വയർ സൈൻ തീറ്റ ഇവിടെ ഉണ്ട്. അതെന്താണ്? 1/H1 H2 H3 ആണ്. പിന്നെ R hat, R തീറ്റ hat, R സൈൻ തീറ്റ, phi hat, ഡോ ബൈ ഡോ R, ഡോ ബൈ ഡോ തീറ്റ, ഡോ ബൈ ഡോ phi, VR, R V തീറ്റ, R സൈൻ തീറ്റ, V phi. Okay, so this is how we do curl. Finally we have Laplacian. Del square F is equal to 1/R square dou by dou R square dou F by dou R plus 1/R square sin theta dou by dou theta of sin theta dou F by dou theta plus 1/R square sin square theta dou square F by dou F square. ഇതാണ് Laplacian in spherical polar coordinates. സോ നമുക്കെല്ലാം കിട്ടി. സിലിണ്ടറിക്കലും സ്ഫെറിക്കലും ഉള്ള ഡൈവേർജൻസ്, കേള്, ഗ്രേഡിയൻറ്റ്, ലാപ്ലേസിയൻ, ഇങ്ങനെ എല്ലാ ഡെറിവേറ്റീവ്സും നമുക്ക് കിട്ടി. ഇനി നമുക്ക് ജസ്റ്റ് ഇതിൻ്റെ പ്ലേ അറൗണ്ട് വിത്ത് ഫംഗ്ഷൻസ്. നമുക്ക് ഡിഫറെൻറ്റ് വെക്ടർ ഫീൽഡ്സും സ്കെയിലാർ ഫീൽഡ്സും കൊടുക്കുക, അതിൻ്റെ കേള്, ഡൈവേർജൻസ് ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ മാത്രമേ നമുക്ക് ഇനി ചെയ്യാനുള്ളൂ. സോ വി ക്യാൻ എൻ്റർ ഇൻ ടു സോൾവിങ് പ്രോബ്ലംസ്. ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് find the gradient of the field. Find the gradient of the field F is equal to, this is a scalar field, rho sin phi minus z cos phi. Rho sin phi minus z cos phi in cylindrical coordinates. ഇവിടെ സിലിണ്ടറിക്കൽ കോർഡിനേറ്റ്സിൽ നിന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞിട്ടില്ലെങ്കിൽ നമുക്കത് ചെയ്യാൻ പറ്റും. കാരണം എന്താണ്? റോയും ഫൈയും ആണുള്ളത്. സോ സ്റ്റാൻഡേർഡ് നൊട്ടേഷൻ ഓഫ് സിലിണ്ടറിക്കൽ കോർഡിനേറ്റ്സ് ആണ്. ഓക്കെ, സോ നമുക്കത് ചെയ്ത് നോക്കാം അല്ലേ. സോ ഇൻ സിലിണ്ടറിക്കൽ കോർഡിനേറ്റ്സിൽ എങ്ങനെയായിരുന്നു നമ്മുടെ ഇതുണ്ടായിരുന്നത്? ഡെഫിനിഷൻ ഓഫ് ഗ്രേഡിയൻറ്റ്. സിലിണ്ടറിക്കൽ കോർഡിനേറ്റ്സിൽ ഗ്രേഡിയൻ്റെ ഡെഫിനിഷൻ എങ്ങനെയായിരുന്നു നോക്കൂ. ഞാനിവിടെ എഴുതാം. സോ വി ഹാവ് del f is equal to എന്തായിരുന്നു? R hat അല്ലെങ്കിൽ റോ ഹാറ്റ് ഡോ എഫ് ബൈ ഡോ റോ, ഡോ എഫ് ബൈ ഡോ റോ പ്ലസ് ഫൈ ഹാറ്റ്
by r by rho into dou f by dou phi plus z hat dou f by dou z. ഇതായിരുന്നു നമ്മുടെ സിലിണ്ടറിക്കൽ കോർഡിനേറ്റ്സിലെ ഗ്രേഡിയൻ്റ് എന്ന് പറയുന്നത്. സിലിണ്ടറിക്കൽ കോർഡിനേറ്റ്സിലെ ഗ്രേഡിയൻ്റ് ഈ രൂപത്തിലായിരുന്നു. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ നമുക്ക് എഫ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. എഫ് എന്താണ്? സോ റോ ഹാറ്റ് ഇൻറ്റു ഡോ ബൈ ഡോ റോ ഓഫ് എഫ് എന്താണ്? റോ സൈൻ ഫൈ മൈനസ് ഇസെഡ് കോസ് ഫൈ പ്ലസ് phi hat divided by rho into dou by dou phi of again rho sin phi minus z cos phi. Then finally we have z hat into dou by dou z of rho sin phi minus z cos phi. Right? So ഇത് നമുക്ക് വളരെ ഈസി ആയിട്ട് സിംപ്ലിഫൈ ചെയ്യാം. നോക്കൂ, ഫസ്റ്റ് ഇവിടെ എന്ത് ചെയ്യാം, d by d rho of rho sin phi എന്തായിരിക്കും? It will be sin phi അല്ലേ? So we have rho hat into sin phi minus d by d rho of z cos phi അതിലൊന്നുമില്ല അല്ലേ? So we can close it there. Then phi hat divided by rho into dou by dou phi of rho sin phi എന്താണ്? It will be rho cos phi അല്ലേ? റോ കോസ് ഫൈ മൈനസ് സെഡ് കോസ് ഫൈ എന്താണ്? ഇറ്റ് വിൽ ബി പ്ലസ് മൈനസും എന്താവും? ഇവിടെ ഒരു മൈനസ് ഉണ്ട്. കോസ് ഫൈനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ ഒരു മൈനസ് കൂടെ വരും. സോ പ്ലസ് സെഡ് സൈൻ ഫൈ പ്ലസ് ഫൈനലി വി ഹാവ് സെഡ് ഹാറ്റ് ഇൻറ്റു ഡോ ബൈ ഡോ സെഡ് ഓഫ് റോ സൈൻ ഫൈ 0 ആണ്. പിന്നെ മൈനസ് സെഡ് കോസ് ഫൈ ആണ്. ദാറ്റ് വിൽ ബി മൈനസ് കോസ് ഫൈ അല്ലേ? മൈനസ് cos phi. So this is the final answer, gradient answer. നമുക്ക് വേണമെങ്കിൽ സിംപ്ലിഫൈ ചെയ്യാം. ഇവിടെ എന്തുണ്ട്? So we can cancel this row and simplify this into any desired form. അത് നിങ്ങൾ സൊല്യൂഷൻ ഓപ്ഷൻസ് ഏതൊക്കെയാണ് രൂപത്തിൽ തന്നിരിക്കുന്നത് ആ രൂപത്തിലേക്ക് സിംപ്ലിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. കൺസിഡർ the vector field cos phi rho hat plus sin phi hat. ഇപ്പോൾ വീണ്ടും എന്താണ്? സിലിണ്ടറിക്കൽ കോർഡിനേറ്റ്സിലാണ് തന്നിരിക്കുന്നത് അല്ലേ? റോ ഹാറ്റും ഫൈ ഹാറ്റും ഒക്കെ ആണുള്ളത്. സോ അത് സിലിണ്ടറിക്കൽ കോർഡിനേറ്റ്സിലായിരിക്കും. നമ്മൾ ചോദിച്ചിരിക്കുന്നത് കാൽക്കുലേറ്റ് ദ ഡൈവേർജൻസ് ഓഫ് വിയുടെ ഡൈവേർജൻസ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത്. സോ നമുക്ക് എന്ത് വേണം? വി ഹാവ് ടു കാൽക്കുലേറ്റ് ഡൈവേർജൻസ് ഇൻ സിലിണ്ടറിക്കൽ പോളാർ കോർഡിനേറ്റ്സ്. സോ നമ്മൾ ആദ്യം എങ്ങോട്ട് പോകണം? സിലിണ്ടറിക്കൽ പോളാർ കോർഡിനേറ്റ്സിലെ ഡൈവേർജൻസിൻ്റെ എക്സ്പ്രഷനിലേക്ക് പോകണം. സോ എന്തായിരുന്നു സിലിണ്ടറിക്കൽ പോളാർ കോർഡിനേറ്റ്സ് ഡൈവേർജൻസ്? സോ ഡൈവേർജൻസ് ഡെൽ ഡോട്ട് വി ഇസ് ഈക്വൽ ടു del dot v എന്തായിരുന്നു? 1 by rho dou by dou rho of rho v rho plus 1 by rho dou by dou phi of v phi plus 1 dou by dou z of v z. ഇതായിരുന്നു നമ്മുടെ ഡൈവേർജൻസ് ഇൻ സ്ഫെറിക്കൽ സിലിണ്ടറിക്കൽ പോളാർ കോർഡിനേറ്റ്സ്. ഓക്കെ, പക്ഷേ ഇവിടെ എന്താണ്? ഇവിടെ ഈ വി വെക്ടർ ഫീൽഡ് നമുക്ക് വി റോ ഉണ്ട്, വി ഫൈ ഉണ്ട്. പക്ഷേ വി സെഡ് എന്താണ്? വി സെഡ് ഈക്വൽ ടു 0 ആണ്. സോ ദെർഫോർ വി ക്യാൻ റബ് ദിസ് പാർട്ട്. ഈ മൂന്നാമത്തെ ഡെറിവേറ്റീവ് നമുക്ക് അങ്ങ് ക്യാൻസൽ ചെയ്യാം. ബാക്കി എന്താ ഉള്ളത്? ബാക്കിയുള്ളത് 1 by rho 2 കോമൺ ആണ്. സോ നമുക്ക് കോമൺ ആക്കി എടുക്കാം. 1 by rho ഇൻറ്റു ഡോ ബൈ ഡോ റോ ഓഫ് റോ ഇൻറ്റു വി റോ എന്താണ്? ഇറ്റ് ഈസ് കോസ് ഫൈ. സോ റോ കോസ് ഫൈ പ്ലസ് ഡോ ബൈ ഡോ ഫൈ ഓഫ് വി ഫൈ എന്താണ്? വി ഫൈ ഈസ് നത്തിങ് ബട്ട് സൈൻ ഫൈ അല്ലേ? സൈൻ ഫൈ. സോ കാൽക്കുലേറ്റിംഗ് 1 by rho ഡോ റോ ഓഫ് റോ കോസ് ഫൈ എന്തായിരിക്കും? ഇറ്റ് വിൽ ബി കോസ് ഫൈ അല്ലേ? സോ ദിസ് ഈസ് കോസ് ഫൈ പ്ലസ് ഡോ ബൈ ഡോ ഫൈ ഓഫ് സൈൻ ഫൈ എന്താണ്? ഇറ്റ് ഈസ് അഗെയിൻ കോസ് ഫൈ. So we have this is equal to 2 cos phi divided by rho. So this is the divergence of the given vector field. Okay, clear. Now നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കാൽക്കുലേറ്റ് ദ കേൾ ഓഫ് ദ സെയിം വെക്ടർ ഫീൽഡ്. തന്നിരിക്കുന്ന വെക്ടർ ഫീൽഡിൻ്റെ കേൾ കാൽക്കുലേറ്റ് ചെയ്യാനാണ് നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത്. സോ കേൾ നമുക്ക് ഏതൊരു കോർഡിനേറ്റ്സിലാണെങ്കിൽ നമുക്കറിയാം എന്താണ്? ഡെൽ ക്രോസ്
V is equal to 1 by h1, h2, h3 ആണ്. സോ ഇവിടെ സിലിണ്ടറിക്കൽ കോർഡിനേറ്റ്സ് ആയതുകൊണ്ട് നമുക്ക് റോ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇൻറ്റു ഡിറ്റർമിനൻറ്റ് റോ ഹാറ്റ്, പിന്നെ റോ ഫൈ ഹാറ്റ് ആൻഡ് z hat. Then we have dou by dou rho, dou by dou phi and dou by dou z. Then first component ആണ് cos phi ആണ്. സെക്കൻഡ് കമ്പോണൻ്റ് ആണ് റോ സൈൻ ഫൈ ആണ്. സെക്കൻഡ് കമ്പോണൻ്റ് സൈൻ ഫൈ ആണ്, പക്ഷേ നമുക്ക് സ്കെയിൽ ഫാക്ടർ h2 മൾട്ടിപ്ലൈ ചെയ്യണം. സോ റോ സൈൻ ഫൈ 0 അല്ലേ. സോ ഇത് ചെയ്യുമ്പോൾ വി ഗെറ്റ് ഫസ്റ്റ് റോ ഹാറ്റ് ഇൻറ്റു ഡോ ഫൈ 0 മൈനസ് ഡോ സെഡ് റോ ഫൈ 0 മൈനസ് 0 മൈനസ് റോ ഫൈ ഹാറ്റ് ഇൻറ്റു ഡോ ഫൈ 0, ഡോ റോ 0 ആണ്, ഡോ സെഡ് കോസ് ഫൈ അതും 0 ആണ്. സോ 0 മൈനസ് 0 അഗെയിൻ plus z hat into dou phi dou rho sin phi, that is sin phi, minus dou phi cos phi, that is minus sin phi. So minus plus sin phi. So finally what we have is del cross v is equal to z hat into, okay, 1 by rho ഉണ്ട് അല്ലേ, I'm sorry. So we can write 1 by rho here. So ഇവിടെ ഒരു 1 by rho ഉണ്ട്. So 1 by rho into z hat അടക്കട്ടെ, sin phi plus sin phi, that is 2 sin phi into z hat. ഇങ്ങോട്ട് വൃത്തിയാക്കി എഴുതിയാൽ നമുക്ക് എഴുതാം 2 sin phi by rho z hat. So this is the answer. This is the curl of the given vector field. Okay. The next question is find the gradient of the scalar function f of r theta is equal to r cos theta plus sin square theta in spherical polar coordinates. Spherical polar coordinates നമുക്കൊരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട്, ആറും തീറ്റ തന്നിട്ടുണ്ട്. അതിൻ്റെ ഗ്രേഡിയൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, സോ നമുക്ക് ചെയ്യാം. സോ we know that grad function f, gradient of f is equal to r hat dou by dou r ഫംഗ്ഷൻ എന്താണ്, r cos theta plus sin square theta plus theta hat divided by r dou by dou theta of function r cos theta plus sin square theta. കാരണം നമുക്ക് ഫൈ ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം വിത്ത് റെസ്പെക്ട് ഫൈ ഫംഗ്ഷനിൽ ഫൈ ഇല്ല, എഫിൽ ഫൈ ഇല്ലാത്തതുകൊണ്ട് നമുക്കത് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ 0 ആയിരിക്കും കിട്ടുക. സോ അത് നമുക്ക് എഴുതേണ്ട കാര്യമില്ല, നമുക്കിത് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. നോക്കൂ, ഫസ്റ്റ് ആർ ഹാറ്റ് ഇൻറ്റു ഡോ ബൈ ഡോ ആർ ഓഫ് ആർ കോസ് തീറ്റ, ദിസ് നത്തിങ് ബട്ട് കോസ് തീറ്റ, പ്ലസ് ഡോ ബൈ ഡോ ആർ ഓഫ് സൈൻ സ്ക്വയർ തീറ്റ, ദറ്റ് ഇസ് 0, പ്ലസ് തീറ്റ ഹാറ്റ് ഡിവൈഡ് ബൈ ആർ ഡോ ബൈ ഡി തീറ്റ ഓഫ് ആർ കോസ് തീറ്റ, ദറ്റ് ഇസ് മൈനസ് ആർ സൈൻ തീറ്റ അല്ലേ, മൈനസ് ആർ സൈൻ തീറ്റ, പ്ലസ് ഡോ ബൈ ഡോ തീറ്റ ഓഫ് സൈൻ സ്ക്വയർ തീറ്റ 2 sin theta cos theta അല്ലേ. ഒന്ന് സിംപ്ലിഫൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, വി ഹാവ് കോസ് തീറ്റ ആർ ഹാറ്റ് പ്ലസ് ഇവിടെ എന്തുണ്ട് നോക്കൂ, ഇവിടെ ഒരു സൈൻ തീറ്റ കോസ് തീറ്റ ഡിവൈഡ് ബൈ ആർ ഉണ്ട്. 2 sin theta cos നമുക്ക് എന്ത് എഴുതാം, 2 sin theta cos theta can be written as sin 2 theta അല്ലേ. This is sin 2 theta. So we can write, താഴെ ഒരു r ഉണ്ട്, so we can write sin 2 theta divided by r. പിന്നെ എന്തുണ്ട്, ഒരു മൈനസ് ആർ സൈൻ തീറ്റ ഉണ്ട്, താഴെ ഒരു r ഉണ്ട്. സോ മൈനസ് സൈൻ തീറ്റ ഇത് ഇൻറ്റു തീറ്റ ഹാറ്റ്. സോ ദിസ് വിൽ ബി ദ ആൻസർ. ഓക്കെ, ദിസ് ഇസ് ദ ഗ്രേഡിയൻറ്റ് ഓഫ് ദി ഫംഗ്ഷൻ. ഓക്കെ, സോ നമുക്ക് ഈ ക്വസ്റ്റ്യൻ നോക്കാം. Calculate the divergence and curl of the vector field v is equal to r hat plus theta hat plus phi hat. വെരി സിമ്പിൾ ആയിട്ടുള്ള വെക്ടർ ഫീൽഡ് ആണ്. സോ നമുക്ക് ഇതിൻ്റെ ഡൈവേർജൻസും കേളും ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. നോക്കൂ, നമുക്ക് ആദ്യം ഡൈവേർജൻസ് കാൽക്കുലേറ്റ് ചെയ്യാം അല്ലേ. സോ വി ക്യാൻ കാൽക്കുലേറ്റ് ഫസ്റ്റ് ഡെൽ ഡോട്ട് വി ഈസ് ഈക്വൽ ടു ഞാൻ കാൽക്കുലേറ്റ് ചെയ്യാം 1 by r square sin theta. ഇത് തീർച്ചയായിട്ടും ഇത് സ്ഫെറിക്കൽ പോളാർ കോർഡിനേറ്റ്സ് നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. സോ 1 by r square sin theta ഇൻറ്റു ഡോ ബൈ ഡോ ആർ ഓഫ് h2 h3 എന്താണ്, ഇറ്റ് ഇസ് ആർ സ്ക്വയർ സൈൻ തീറ്റ. പക്ഷേ ഇവിടെ ഓൾറെഡി ഒരു r ഉണ്ട് അല്ലേ, ഇവിടെ ഓൾറെഡി ഒരു r ഉണ്ട്. സോ വി ക്യാൻ ടേക്ക് r ക്യൂബ് സൈൻ തീറ്റ.
So r cube sin theta plus at the dou by dou theta of h1 h3 എന്താണ് r sin theta ആണ്, ഇതിന് ഇവിടെ ഉള്ളത് theta ആണ്. So r theta sin theta plus h1 h2 that is r, so dou by dou phi of r into third component ആണ് phi ആണ്, so r phi. So this is the divergence. So we can calculate 1 by r square sin theta into dou by dou r of r cube sin theta, that is 3r square sin theta plus dou by dou theta of theta sin theta. Dou by dou theta of theta sin theta. So r അവിടെ കോൺസ്റ്റന്റ് ആക്കി എടുക്കാം, ബാക്കി theta sin theta നമുക്ക് പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യാം. ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു derivative of second function, that is cos theta plus r into sin theta into d by d theta of theta, that is 1. So r sin theta plus dou by dou phi of r phi, that is nothing but r. Okay, so now we can simplify this. R square sin theta ഉള്ളിലേക്ക് എടുത്താൽ ഫസ്റ്റ് ടേം എന്താവും, r square sin theta മനസ്സിലാവും, ബാക്കി 3 പ്ലസ് പിന്നെ ഉള്ളത് r തീറ്റ കോസ് തീറ്റ ആണ്. ഓക്കെ, പക്ഷെ നമുക്കിവിടെ താഴെ ക്യാൻസൽ ചെയ്യാനുള്ളത് ഒരു r സ്ക്വയർ ആണ്. സോ തീറ്റ ബൈ r കോട്ട് തീറ്റ വരും അല്ലേ, തീറ്റ ഡിവൈഡ് ബൈ r കോട്ട് തീറ്റ പ്ലസ് അടുത്ത് r സൈൻ തീറ്റ ക്യാൻസൽ 1 ബൈ r കൊസീക് തീറ്റ വരും അല്ലേ. ഇവിടെ r സ്ക്വയർ അപ്പോൾ 1 ബൈ r വരും, 1 ബൈ r പ്ലസ് ഫൈനലി ലാസ്റ്റ് ടേം r ബൈ r സ്ക്വയർ സൈൻ തീറ്റ, ദാറ്റ് ഇസ് 1 ബൈ r കൊസീക് തീറ്റ വരും, 1 ബൈ r കൊസീക് തീറ്റ. സോ ഇത് നമുക്ക് വേണമെങ്കിൽ വീണ്ടും സിംപ്ലിഫൈ ചെയ്യാം, പക്ഷേ ദിസ് ഇസ് ദി divergence. Similarly, we can calculate the curl also. So the curl can be calculated like this: del cross v is equal to 1 by r square sin theta, 1 by r square sin theta, r hat, r theta hat, r sin theta phi hat, r sin theta phi hat, dou by dou r, dou by dou phi, dou theta, dou by dou phi, then r theta and r sin theta phi, okay. So ഇത് നമ്മൾ ചെയ്യുമ്പോൾ we have 1 by r square sin theta ഇവിടെ പുറത്തുണ്ട്, then into first r hat into dou by dou theta of r sin theta phi, r phi sin theta എന്ന് പറയാം. So dou by dou theta ചെയ്യുമ്പോൾ r phi cos theta അല്ലേ, so r phi cos theta minus dou by dou phi of r theta, that is 0, so we can just close it here, minus r into theta hat of into dou r of r sin theta phi, that is sin theta phi, phi sin theta minus dou by dou phi of r, again 0, so we can close it here. Then finally we have r sin theta phi hat into dou by dou r of r theta, that is theta, minus dou by dou phi of 0, that is nothing but 0. So finally we have the last answer. നമുക്ക് എന്ത് ചെയ്യാം, ഈ r cos theta ഇവിടെ phi r cos theta, സോ എന്താവും cos theta by sin theta cot theta ആവും, r സ്ക്വയർ ക്യാൻസൽ ആയി ബാക്കി താഴെ ഒരു r ഉണ്ടാവും. സോ അല്ലേ, സോ phi by r cos theta by sin theta, that is cot theta r hat, minus ഇവിടെ ഒരു sin theta ഉണ്ട്, r sin theta ഉണ്ട്, r സ്ക്വയർ sin theta, സോ phi by r minus phi by r theta hat minus phi by r theta hat plus ഇവിടെ ഒരു r sin theta ഉണ്ട്, r sin theta ക്യാൻസൽ ഉണ്ട്, സോ ബാക്കി എന്താവാ theta divided by r phi hat plus theta divided by r phi hat. This is the curl of the vector field. Okay, next question നോക്കൂ, find the Laplacian of the scalar field r sin theta cos phi. So we have f of r theta phi is equal to f of r theta phi is equal to r sin theta cos phi, So we are asked to calculate the Laplacian, that is del square f എന്താണെന്നുള്ളതാണ് question. Okay, so നമുക്ക് spherical polar coordinates നമ്മൾ കണ്ടാൽ തന്നെ മനസ്സിലാവും. Spherical polar coordinates ലാപ്ലാസിയൻ്റെ എക്സ്പ്രഷൻ നമ്മൾ ഓൾറെഡി കണ്ടു അല്ലേ. ഓക്കെ, എന്തായിരുന്നു spherical polar coordinates ലാപ്ലാസിയൻ്റെ എക്സ്പ്രഷൻ?
1 by r square sin theta, 1 by r square sin theta, that is 1 by h1 h2 h3 into dou by dou r of h2 h3, that is r square sin theta into dou by dou r of function. നമ്മുടെ ഫംഗ്ഷൻ എന്താണ്? ഫംഗ്ഷൻ ഈസ് r sin theta cos phi അല്ലേ? r sin theta cos phi. Then തീർന്നോ? ഇല്ല. നെക്സ്റ്റ് വി ഹാവ്, സോ ഈ ബ്രാക്കറ്റ് ആണ് ഇവിടെ ക്ലോസ് ചെയ്തത്, പ്ലസ് ഡോ ബൈ ഡോ തീറ്റ ഓഫ് h1 h3, ദാറ്റ് ഈസ് r sin theta ഡിവൈഡഡ് ബൈ h2, ദാറ്റ് ഈസ് r. സോ ആറും കൂടെ ക്യാൻസൽ ആവും, ബാക്കി എന്താ ഉണ്ടാവുക? സൈൻ തീറ്റ മാത്രമേ ഉണ്ടാവുള്ളൂ. സോ സൈൻ തീറ്റ ഇൻറ്റു ഡോ ബൈ ഡോ ആർ ഓഫ് ദ ഡോ ബൈ ഡോ തീറ്റ ഓഫ് ദ ഫംഗ്ഷൻ എന്താണ്? ഡോ ബൈ ഡോ തീറ്റ ഓഫ് ഫംഗ്ഷൻ എന്താണ്? ആർ സൈൻ തീറ്റ കോസ് ഫൈ അല്ലേ? ആർ സൈൻ തീറ്റ കോസ് ഫൈ പ്ലസ് ഡോ ബൈ ഡോ ഫൈ ഓഫ് h1 h2 ഡിവൈഡ് ബൈ h3. h1 h2 r ആണ്, h3 r സൈൻ തീറ്റ ആണ്. സോ 1 ബൈ സൈൻ തീറ്റ അല്ലേ? 1 by sin theta dou by dou theta of the function r sin theta cos phi. Okay, so this is the expression for Laplacian. ഇനി നമുക്ക് ജസ്റ്റ് സിംപ്ലിഫൈ ചെയ്യേണ്ട പണിയുള്ളൂ. നോക്കൂ, so we can simplify this as 1 by r square sin theta, 1 by r square sin theta into, നമുക്ക് ആദ്യം ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം? ഈ ഡെറിവേറ്റീവ് ആദ്യം വാല്യൂറ്റ് ചെയ്യാം. ഓക്കെ, നമുക്ക് അതിൽ രണ്ട് ഡെറിവേറ്റീവ്സ് ഉണ്ടല്ലോ അല്ലേ? അതിൽ ഫസ്റ്റ് ഡെറിവേറ്റീവ്, ആദ്യത്തെ ഇനീഷ്യൽ ഡെറിവേറ്റീവ്സ് നമുക്ക് ആദ്യം ഇവാലുവേറ്റ് ചെയ്തിട്ട് നമുക്ക് അതിനെ സിംപ്ലിഫൈ ചെയ്യാം. ഓക്കെ, സോ ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം? ഇതേപോലെ തന്നെ എഴുതാം. 1 by r square ഡോ ബൈ ഡോ ആർ ഓഫ്, വി ഹാവ് ഡോ ബൈ ഡോ ആർ ഓഫ് r square sin theta into r square sin theta into ഡോ ബൈ ഡോ ആർ ഓഫ് sin theta r sin theta cos phi, that is sin theta cos phi. സോ sin theta ഇവിടെ വരുമ്പം സൈൻ സ്ക്വയർ തീറ്റ ആവും, പിന്നുള്ളത് കോസ് ഫൈ ആണ്. പ്ലസ് അടുത്തത് ഡോ ബൈ ഡോ തീറ്റ ഓഫ് സൈൻ തീറ്റ അവിടെ ഉണ്ട്. ഇനി ഡോ ബൈ ഡോ തീറ്റ ഓഫ് ആർ സൈൻ തീറ്റ കോസ് ഫൈ എന്താവും? ആർ സൈൻ തീറ്റ കോസ് ഫൈ എന്താവും? ആർ കോസ് തീറ്റ കോസ് ഫൈ ആവും അല്ലേ? ആർ കോസ് തീറ്റ കോസ് ഫൈ ആവും. സോ ആർ ഇവിടെ ഫ്രണ്ടിൽ എഴുതാം, ആർ സൈൻ തീറ്റ കോസ് ഫൈ ആവും. ഓക്കെ, പക്ഷേ ആർ സൈൻ തീറ്റ കോസ് തീറ്റ എന്താണ്? സോറി, കോസ് തീറ്റയാണ് ഇവിടെ. ഐം സോറി, ദിസ് ഈസ് കോസ് തീറ്റ. സോ ആർ സൈൻ തീറ്റ കോസ് ഫൈ ആവും. പക്ഷേ ഈ സൈൻ തീറ്റ കോസ് തീറ്റ നമുക്ക് എങ്ങനെ എഴുതാം? ഇറ്റ് ഈസ് സൈൻ 2 തീറ്റ ഡിവൈഡ് ബൈ 2 അല്ലേ? സോ ദിസ് ഈസ് സൈൻ 2 തീറ്റ ഡിവൈഡ് ബൈ 2, ആ 2 ഇവിടെ എഴുതാം, ഇൻറ്റു കോസ് ഫൈ. Plus finally we have dou by dou phi of 1 by sin theta ഉണ്ട്. ഈ വിത്ത് റെസ്പെക്ട് ടു ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പോകുന്നത് വിത്ത് റെസ്പെക്ട് ടു ഫൈ ആണ്. ഇവിടെ സോറി, ഇവിടെ നമുക്ക് ഫൈ ആണ് വരിക കേട്ടോ. ഇവിടെ ഫൈ ആണ് വരിക, ഡോ ബൈ ഡോ ഫൈ. ഓക്കെ, സോ ഡോ ബൈ ഡോ ഫൈ വിത്ത് റെസ്പെക്ട് ടു ഫൈ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ സൈൻ തീറ്റയ്ക്ക് അവിടെ ഒന്നും കാര്യമില്ല. സോ സൈൻ തീറ്റ താഴെയുള്ള സൈൻ തീറ്റ നമുക്ക് ക്യാൻസൽ ചെയ്യാം. അപ്പോൾ എന്ത് ചെയ്യും? ആറിനെ കോമൺ ആക്കി എടുത്താൽ ഡോ ബൈ ഡോ ഫൈ കോസ് ഫൈ എന്നാണ്, മൈനസ് സൈൻ ഫൈ അല്ലേ? സോ മൈനസ് ആർ സൈൻ ഫൈ, കഴിഞ്ഞോ? ഇല്ല, ഒരിക്കൽ കൂടെ ഡിഫറൻഷിയേറ്റ് ചെയ്യണം അല്ലേ? നമുക്ക് ഫസ്റ്റ് നമുക്ക് ചെയ്യാം. 1 by r square sin theta, 1 by r square sin theta into, okay, dou by dou r of r square sin square theta cos phi, it will be 2r sin square theta cos phi അല്ലേ? 2r sin square theta cos phi plus അടുത്തത് ഡോ ബൈ ഡോ തീറ്റ ഓഫ് സൈൻ 2 തീറ്റ കോസ് ഫൈ. സൈൻ 2 തീറ്റ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പം 2 സൈൻ 2 കോസ് 2 തീറ്റ വരും അല്ലേ? 2 കോസ് 2 തീറ്റ. സോ വി ക്യാൻ ആ 2 ക്യാൻസൽ ആവും, ബാക്കി എന്താ? ആർ കോസ് 2 തീറ്റ കോസ് ഫൈ, ആർ കോസ് 2 തീറ്റ കോസ് ഫൈ. Then finally we have dou by dou phi of minus r sin phi. r sin phi ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ കോസ് ഫൈ വരും. സോ മൈനസ് ഉണ്ടാവും, മൈനസ് ആർ കോസ് ഫൈ,
കഴിഞ്ഞോ ഇല്ല, നമുക്കിനി ഉള്ളിലേക്ക് എടുക്കണം. ഈ ആർ സ്ക്വയർ സൈൻ തീറ്റയോട് ഡിവൈഡ് ചെയ്യണം ത്രൂ ഔട്ട്. അതിന് മുമ്പ് നമുക്ക് ഇവിടെ ചെറിയൊരു മാനിപ്പുലേഷൻ നടത്താം. ഓക്കെ, സോ ദിസ് ഈസ് ഈക്വൽ ടു 1/r square sin theta 1/r square sin theta ഇൻറ്റു ഇവിടെ നോക്കൂ, ഇവിടെ നമുക്ക് 2r r cos phi ഇവിടെ കോമൺ ആണ്. നമുക്ക് r cos phi കോമൺ ആക്കി എടുക്കാം. സോ r cos phi ഇൻറ്റു ബാക്കി എന്താ ഉള്ളത്? ബാക്കിയുള്ളത് 2 sin square theta 2 sin square theta ഇവിടെ നിന്നൊരു cos 2 theta ഉണ്ട് പ്ലസ് cos 2 theta മൈനസ് r cos phi പക്ഷേ ഇവിടെ നോക്കൂ, ഈ ക്വാണ്ടിറ്റി എന്താണ്? ബ്രാക്കറ്റിനകത്തുള്ള ക്വാണ്ടിറ്റി 2 sin square theta പ്ലസ് cos 2 theta എന്താണ്? cos 2 theta നമുക്ക് cos square theta മൈനസ് sin square theta എഴുതാം. സോ sin square theta 2 sin square theta പ്ലസ് cos 2 theta നമുക്ക് cos square theta മൈനസ് sin square theta എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ ഇതിൽ 2 sin square theta ഉണ്ട്, ഇവിടെ ഒരു sin square theta ഉണ്ട്. സോ sin square theta plus cos square theta that is equal to 1. So therefore this term is altogether contribute 1. Okay, so that is equal to 1. So therefore we can write del cross v is equal to 1 divided by r square sin theta into r cos phi into 1 minus r cos phi. This is nothing but 0. Okay, so the final answer is the Laplacian of the given function is 0. Okay, so കുറച്ച് tedious ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്, പക്ഷേ സ്ട്രെയിറ്റ് ഫോർവേഡ് ആണ്. ചെയ്യേണ്ട എക്സ്പ്രഷൻ എന്തൊക്കെ നമുക്ക് അറിയാം. ഓക്കെ, സോ ഇത്രയാണ് ഞാൻ ഈ ഭാഗത്ത് നിങ്ങൾക്ക് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇനി ഞാൻ കുറച്ച് എക്സാമ്പിൾസ് ഇവിടെ, കുറച്ച് എക്സസൈസസ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ആൻസേഴ്സ് നിങ്ങൾക്ക് വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ആൻസേഴ്സും ഇവിടെ കൊടുത്തിട്ടുണ്ട്. സോ യു ജസ്റ്റ് പ്ലീസ് ഈ എക്സസൈസ് ഒക്കെ ഒന്ന് ചെയ്ത് നോക്കാം. അതിൻ്റെ ആൻസേഴ്സും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, സോ ഇൻ ദ നെക്സ്റ്റ് ക്ലാസ് വിൽ ഡിസ്കസ് സെൻട്രൽ ഫോഴ്സ് ഓർ സെൻട്രൽ ഫീൽഡ്സ്. അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് പ്രോബ്ലംസ് ചെയ്യും. സോ ഇതാണ് നമുക്ക് ഈ ഭാഗത്ത് ഡിസ്കസ് ചെയ്യും. ഓക്കെ, സോ സീ യു ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. താങ്ക് യു.